നമ്മളെ സംബന്ധിച്ചിടത്തോളം 1.5 കോടി മലയാളികൾ കേരളത്തിലുണ്ട്. ഈ 1.5 കോടി മലയാളികൾക്ക് 10 സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾ, 10-20 പത്രങ്ങൾ പോരാ, 3 നെടുമ്പാശ്ശേരി, കരിപ്പൂര്, ട്രിവാൻഡ്രം, അങ്ങനെ വലിയ എയർപോർട്ടുകൾ, ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ ഹൈപ്പർ സ്പെഷ്യാലിറ്റി, മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ. ഇത്തരം കാര്യങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ നമ്മുടെ കേരളത്തിൽ ഒരു 10-40 വർഷം മുമ്പുണ്ടായിരുന്ന കേരളമല്ല ഇപ്പോൾ ഉള്ള കേരളം. ഇന്ത്യയിൽ മറ്റൊരുപാട് സ്റ്റേറ്റുകളുണ്ട്, നിങ്ങൾ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കണം. നമ്മുടെ കേരളം അത്തരം സ്റ്റേറ്റുകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ്. കേരളത്തിന്റെ മുഖഛായയെയും പ്രതിച്ഛായയെയും മാറ്റിയെടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ: ഗൾഫ് മലയാളികൾ, പ്രവാസികളുടെ പണം കൊണ്ടാണ് ഞാൻ ഈ പ്രഭാഷണം നടത്തുന്ന ചൊക്ലിയിലെ മുബാറക് മസ്ജിദിന്റെ സമീപത്തുകൂടി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സഹോദരങ്ങൾ ഓരോരുത്തരും ഒന്ന് നടന്നു നോക്കുക. ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ ഉയർന്നു നിൽക്കുന്ന വലിയ വലിയ കൊട്ടാര സമാനങ്ങളായ വീടുകൾ മുഴുവനും ആരുടെ കാശ് കൊണ്ടുണ്ടാക്കിയതാ? ആരുടെ വിയർപ്പ് തുള്ളികൾ ഒഴുക്കിയിട്ടുണ്ടാക്കിയതാ? പാവപ്പെട്ട പ്രവാസിയുടെ വിയർപ്പിന്റെ അംശം ഉയർന്നു നിൽക്കുന്ന ഈ ചൊക്ലിയിൽ, ഈ മാഹിയിൽ, ഈ തലശ്ശേരിയിൽ, ഈ വടകരയിൽ ഉയർന്നു നിൽക്കുന്ന എല്ലാ കെട്ടിടങ്ങൾക്കും പറയാനുള്ളത്: മരിപ്പറമ്പുകളിൽ പ്രയാസമനുഭവിച്ച്, ചുടുകാറ്റനുഭവിച്ച്, വളരെ ഊശ്വരമായ ആ വലിയ ചൂടനുഭവിച്ച് കട്ടപ്പാടും അധ്വാനവും നടത്തി ചോരം നീരാക്കി അധ്വാനിച്ച് സമ്പാദിച്ച പാവപ്പെട്ട പ്രവാസിയുടെ കഥകളാണ് ഈ ഉയർന്നു നിൽക്കുന്ന കേരളത്തിലെ വലിയ ഡെവലപ്മെന്റുകൾക്ക് പറയാനുള്ളത്. സംശയമില്ല സഹോദരങ്ങളെ, കണക്കു പ്രകാരം 25 ലക്ഷം പേര് പ്രവാസികളായിട്ട് ഇന്ത്യ രാജ്യത്തുണ്ട്. 25 ലക്ഷം ആളുകൾ ഇന്ത്യ രാജ്യത്ത് പ്രവാസികളായി മറ്റിതര രാജ്യങ്ങളിൽ കഴിയുകയാണ്. അതിൽ 15 ലക്ഷം ആളുകളും മലയാളികളാണ്. 15 ലക്ഷം ആളുകളും മലയാളികളാണ്. ഏറ്റവും കൂടുതൽ സൗദിയിൽ, അത് കഴിഞ്ഞാൽ UAE-യിൽ, അങ്ങനെ അറബ് രാഷ്ട്രങ്ങളിലടക്കം ഏറ്റവും കൂടുതൽ മലയാളികളാണ്. 15 ലക്ഷത്തോളം വരുന്ന പ്രവാസികൾ. ഇന്ത്യയിലെ 25 ലക്ഷം പ്രവാസികളെ എടുത്താൽ അതിൽ 15 ലക്ഷത്തോളം പ്രവാസികൾ അവർ കേരളീയരാണ്, മലയാളികളാണ്. NRIയുടെ കണക്കു പ്രകാരം ഇന്ത്യ രാജ്യത്ത് 25 ലക്ഷം പ്രവാസികളിൽ 15 ലക്ഷം കേരളീയരാണെന്ന് മാത്രമല്ല, 4000 കോടി രൂപ ഇന്ത്യയിലേക്ക് പ്രതിവർഷം ആ പ്രവാസികളിൽ നിന്ന് ലഭ്യമാകുകയാണ്. 4000 കോടി രൂപ ഇന്ത്യയിലേക്ക് ഇക്കഴിഞ്ഞ 5 വർഷമായി ഈ കോടികൾ ഒഴുകുന്നതിൽ നിന്നും ഗണ്യമായ തോതിൽ കുറവ് വന്നിട്ടുണ്ട്. NRIയുടെ കണക്കുകൾ പറയുകയാണ്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടന പറയുകയാണ്, കേന്ദ്ര വിഹിതത്തിന്റെ ഇരട്ടി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര വിഹിതത്തിന്റെ ഇരട്ടി പണമാണ് മലയാളികളായ പ്രവാസികളായ സഹോദരന്മാർ അവരുടെ രാജ്യമായ മലയാളക്കരയിലേക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ആമുഖമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കേന്ദ്ര സർക്കാർ നമുക്ക് അനുവദിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നൽകുന്ന സംഖ്യയുടെ 10 മടങ്ങ് ഇരട്ടി സംഖ്യ പാവപ്പെട്ട പ്രവാസികൾ നമ്മുടെ നാട്ടിലേക്ക് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ വസ്തുതകൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു പാവപ്പെട്ട പ്രവാസി